കുവൈത്തിനെതിരായ തുടർച്ചയായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ത്യ. കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷേൽ അൽ അഹമ്മദ് അൽ ജാബിർ അസ് സബാഹിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ വിളിച്ച് ഐക്യദാർഢ്യം അറിയിച്ചു. കുവൈത്തിലെ സിവിലിയൻ മേഖലകൾക്കും അന്താരാഷ്ട്ര വിമാനത്താവളത്തിനുമെതിരെ നടന്ന സമീപകാല ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. ഇത്തരം ആക്രമണങ്ങൾ കുവൈത്തിന്റെ പരമാധികാരത്തിനും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും ഐക്യരാഷ്ട്രസഭാ ചാർട്ടിനും എതിരായ ഗുരുതര ലംഘനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും സംരക്ഷിക്കുന്നതിനായി കുവൈത്ത് സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ തുടരുമെന്നും പ്രധാനമന്ത്രി അമീറിനെ അറിയിച്ചു. ആക്രമണങ്ങൾ മൂലം പൗരന്മാർക്കും താമസക്കാർക്കും നേരിടേണ്ടി വന്ന ഭീഷണികൾക്ക് ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി. ഈ മാസം 3-ന് കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരന്റെ കുടുംബത്തോട് അമീർ ആത്മാർത്ഥമായ അനുശോചനവും സഹതാപവും രേഖപ്പെടുത്തി. കുവൈത്തിനെ പിന്തുണച്ച് ഇന്ത്യ സ്വീകരിച്ച നിലപാടിനും തുടർച്ചയായ പിന്തുണയ്ക്കും പ്രധാനമന്ത്രിയോടും അമീർ നന്ദി അറിയിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മികച്ച ആരോഗ്യവും ക്ഷേമവും തുടരട്ടെയെന്നും ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൂടുതൽ പുരോഗതിയും സമൃദ്ധിയും ഉണ്ടാകട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. അതിനിടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യക്കാരിൽ 9 പേരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. 4 പേർ ചികിത്സയിൽ തുടരുകയാണ്. പരിക്കേറ്റ് ജാബിർ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെ കുവൈത്തിലെ ഇന്ത്യൻ അംബാസിഡർ പരിമിത ത്രിപതി സന്ദർശിച്ചു.